ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 29/1/2025. ഇന്ന് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 33 വർഷമായി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും അവർ ആഘോഷിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങള് വിവാഹം കഴിഞ്ഞ് വന്നിട്ടും ഡേറ്റ് ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ ഓർത്തു പോലും വെക്കാറില്ല, ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു നോർമലി മുൻപുള്ള ഒട്ടുമിക്ക എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ. അപ്പോൾ ഞങ്ങള് പക്ഷെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പോയിട്ട് ബാക്കി എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ട്. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഡയറ്റ് ആയിരുന്നു കേട്ടോ. ഗഗനക്കുട്ടിയെ കിട്ടാനുള്ള പ്രഗ്നൻസി ഡയറ്റ് ആയിരുന്നു. ബാക്കി എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഞങ്ങൾ ആഘോഷം. അപ്പോൾ എന്തായാലും ഇന്ന് സർപ്രൈസ് ആയിട്ട് അവർ ഓർക്കുന്നുണ്ടോയെന്ന് പോലും സത്യത്തിൽ അറിയില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒപ്പം 33 വർഷമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് 3 വാങ്ങിച്ചിട്ടുണ്ട്. മെഴുകുതിരി കേട്ടോ. അപ്പോൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് നമുക്ക് അവിടെ പോയി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുന്നു, അപ്പോൾ ഞങ്ങൾ കരുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡും കേക്കുമായിട്ട് ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. കേക്ക് കണ്ടപ്പോൾ അവർ രണ്ടുപേരും സർപ്രൈസ് ആയി കേട്ടോ. പക്ഷേ പപ്പയ്ക്കൊന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇന്നാണ് വെഡ്ഡിങ് ഡേ എന്ന്. തീപ്പെട്ടി എടുക്കാനായിട്ട് ഉള്ളിലോട്ട് ഞാൻ പോയി. എനിക്ക് ഓർമ്മ അങ്ങനെ തന്നെ 31 വർഷം. പപ്പ ഇങ്ങനത്തെ ദിവസങ്ങളൊന്നും ഓർക്കാറില്ല. പ്രാർത്ഥിച്ച് മുറിക്കും കേക്ക്. എന്താണ് ബർത്ത്ഡേ ആണോ വെഡിങ് ആനിവേഴ്സറി ആണോ? എനിക്ക് ബർത്ത്ഡേ മാത്രമേ അറിയാവൂ. കത്തി രണ്ടുപേരും കൂടെ കൈ പിടിച്ച് പിടിച്ച് പപ്പയ്ക്ക് കൊടുക്കേ മക്കളെ. കഴിക്കാൻ കൊത്തുപൊറോട്ടയും ദോശയും ബീഫും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് 33ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.